വോട്ടെണ്ണൽ ആരംഭിച്ച് കഴിഞ്ഞിരിക്കുന്നു എന്ന വളരെ പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ് പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഇപ്പോൾ നിങ്ങളിലേക്ക് എത്തുന്നത്. ആദ്യ ഫല സൂചനകൾ ഉടൻ തന്നെ ഏതാണ്ട് 2 മിനിറ്റ് അല്ലേ? ആദ്യം പോസ്റ്റൽ വോട്ടുകളാണ് എണ്ണി തുടങ്ങുക. സ്വാഭാവികമായും നമുക്കറിയാം എല്ലാ തെരഞ്ഞെടുപ്പുകളിലും ആദ്യഘട്ടത്തിൽ പോസ്റ്റൽ വോട്ടുകളും മറ്റും എണ്ണും. അതിനുശേഷമാകും വോട്ടിംഗ് യന്ത്രത്തിലേക്ക് കടക്കുക. ശ്യാം, ഇപ്പോൾ തിരുവനന്തപുരം ടു കാസർഗോഡാണ് വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള തെരഞ്ഞെടുപ്പ്. എല്ലാ സ്ഥലങ്ങളിലും സജ്ജീകരണങ്ങളെല്ലാം പൂർത്തിയായി. തിരുവനന്തപുരത്ത് മാത്രമാണ് ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ടായത്. അവിടെ പോളിംഗ് ഏജന്റുമാരെയും ഒപ്പം തന്നെ മറ്റ് സ്ഥാനാർത്ഥികളൊക്കെ അകത്തേക്ക് കയറ്റി വിടുന്നതിൽ ചെറിയൊരു താമസമുണ്ടായി. അത് വലിയ ഒരു ഒച്ചപ്പാടിലേക്കൊക്കെ നീങ്ങുന്ന ഒരു പശ്ചാത്തലം ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ കാര്യങ്ങൾ വളരെ വേഗത്തിൽ നടക്കുന്നുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആദ്യ ഫല സൂചനകൾ അല്പസമയത്തിനുള്ളിൽ തന്നെ ലഭ്യമാകുമെന്ന വളരെ പ്രധാനപ്പെട്ട പോയിന്റ് ആണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്നത്. ഷാലിയിലേക്ക് വളരെ വേഗത്തിൽ ഒന്ന് പോകാം ഗൗതം. ഷാലി, സ്ട്രോങ് റൂം, ആ നടപടികൾ എന്തായിരുന്നു? അവിടെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നത്, ഇപ്പോഴത്തെ സാഹചര്യം എന്താണ്? ശ്യാമ, സ്ഥാനാർത്ഥികളുടെയും ഒപ്പം തന്നെ മുന്നണികളുടെയും ഒക്കെ ഹാർട്ട് ബീറ്റ് കൂട്ടിക്കൊണ്ട് വോട്ടെണ്ണൽ ആരംഭിക്കാൻ പോവുകയാണ്. ആദ്യഘട്ടത്തിൽ പോസ്റ്റൽ ബാലറ്റുകളാണ് എണ്ണി തുടങ്ങുന്നത്. ശ്യാം സൂചിപ്പിച്ചതുപോലെ ആ ചെറിയൊരു പ്രശ്നത്തിലേക്ക് നോക്കുകയാണെങ്കിൽ തിരുവനന്തപുരം മാറിവാനീസ് കോമ്പൗണ്ടിലെ 2 പോളിംഗ് കൗണ്ടിംഗ് സെന്ററുകൾ, അതിൽ സർവോദയ വിദ്യാലയത്തിലേക്കുള്ള അവരുടെ എൻട്രി തടഞ്ഞതുകൊണ്ട് വലിയ രീതിയിലുള്ള ചെറിയ സംഘർഷത്തിലേക്കൊക്കെ കാര്യങ്ങൾ പോകുന്നൊരു കാര്യം വരെ എത്തിയിരുന്നു. അതായത് രാവിലെ 7 മണി മുതൽ ബൂത്ത് ഏജന്റുമാരെയും ഏജന്റുമാരെയും ഒപ്പം തന്നെ സ്ഥാനാർത്ഥികളെയും അകത്ത് കയറ്റുമെന്നുള്ളതായിരുന്നു അവർക്ക് ലഭ്യമായിരുന്ന അറിയിപ്പ്. പക്ഷേ ആ അറിയിപ്പ് അനുസരിച്ച് 6:30യും 6:45 കൂടിയും ഒക്കെ ഇവിടെ വന്ന സ്ഥാനാർത്ഥികളെയോ ഏജന്റുമാരെയോ ഒന്നും തന്നെ ഈ നടക്കുന്ന കൗണ്ടിംഗ് സെന്ററിനുള്ളിലേക്ക് മറ്റ് പ്രൊസീജിയേഴ്സ് നടപ്പിലാക്കണം, ഒപ്പം തന്നെ അവരുടെ ഫോണുകൾ കൈമാറണം, മറ്റ് ചെക്ക് അടക്കമുള്ള കാര്യങ്ങളുണ്ട്. അതെല്ലാം നടക്കേണ്ട ആ സമയം ഉദ്യോഗസ്ഥർ നഷ്ടപ്പെടുത്തി എന്നുള്ളതാണ് ഇവർ പറയുന്നത്. കാരണം ചില ഉദ്യോഗസ്ഥർ വൈകിയതാണ് ഇത്തരത്തിൽ ആ നടപടിക്രമങ്ങൾ വൈകാൻ കാരണമായത് എന്നുള്ളതാണ്. എന്തായാലും 7:45 കൂടിയാണ് ഇപ്പോൾ ഈ ഉദ്യോഗസ്ഥരടക്കമുള്ളവരുടെ എത്തി മറ്റ് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി. ഗൗതം, കേരളം ഉറ്റുനോക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു പോരാട്ടം നടക്കുന്ന പാലക്കാട് നഗരസഭയിൽ വോട്ടെണ്ണൽ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഗൗതം, അരുൺ ആലത്തൂർ പാലക്കാട് നിന്നും ചേരുകയാണ്. അരുൺ, തലസ്ഥാനത്ത് എങ്ങനെയാണോ കേരള രാഷ്ട്രീയം ഉറ്റുനോക്കുന്നത് അതിന് സമാനമായ രീതിയിൽ കേരളം വളരെ കൗതുകത്തോടെ ശ്രദ്ധിക്കുന്ന മറ്റൊരു കേന്ദ്രമാണ് പാലക്കാട് എന്ന കാര്യത്തിൽ സംശയമില്ല. അവിടെ വോട്ടെണ്ണൽ തുടങ്ങിയോ? പറയുവാനും ഗൗതം, തീർച്ചയായിട്ടും പാലക്കാട് നഗരസഭയിൽ ഇപ്പോൾ വോട്ടെണ്ണൽ ആരംഭിച്ചിരിക്കുകയാണ്. കൃത്യം 7:45 കൂടെയാണ് സ്ട്രോങ് റൂം തുറന്നത്. അതിനുശേഷം പിന്നീട് ഇപ്പോൾ വോട്ടെണ്ണൽ ആരംഭിച്ചിരിക്കുകയാണ്. ആദ്യം പോസ്റ്റൽ വോട്ടുകളാണ് എണ്ണുക, അതിനുശേഷം വോട്ടിംഗ് മെഷീനുകൾ എണ്ണി തുടങ്ങും എന്നുള്ളതാണ്. അതായത് 1 മുതൽ 6 വരെയുള്ള വോട്ടിംഗ് മെഷീനുകൾ ഒരു ടേബിളിലും, അതുപോലെ തന്നെ 1 മുതൽ 6 വരെയുള്ള വാർഡുകൾ ഒരു ടേബിളിലും, അതുപോലെ തന്നെ 28 മുതൽ 33 വരെയുള്ള വാർഡുകൾ മറ്റൊരു ടേബിൾ, അങ്ങനെ 2 ടേബിളുകളിലായിട്ടാണ് ആദ്യ റൗണ്ട് എണ്ണുന്നത്. ആകെ 4-5 റൗണ്ടാണ് പാലക്കാട് നഗരസഭയിലുള്ളത്. അതിൽ 53 വാർഡുകളിലേക്കായിട്ടുള്ള തെരഞ്ഞെടുപ്പിൽ വാശിയേറിയ പോരാട്ടം തന്നെയാണ് നടക്കുന്നത് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. നേരത്തെ ഗൗതമും അതുപോലെ തന്നെ ശ്യാമും ഒക്കെ പറഞ്ഞതുപോലെ തന്നെ പാലക്കാട് നഗരസഭയെ സംബന്ധിച്ചിടത്തോളം ഇത്തവണ BJP ഹാട്രിക് വിജയം സ്വന്തമാക്കുമോ എന്നുള്ളതാണ് എല്ലാവരും ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുന്നത് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. കാരണം കേരളത്തിൽ BJP ആദ്യമായിട്ട് അധികാരത്തിലെത്തിയ നഗരസഭയാണ് പാലക്കാട് നഗരസഭ. 2015 24 സീറ്റുകൾ നേടിക്കൊണ്ട് അധികാരത്തിലെത്തിയ പാലക്കാട് നഗരസഭയിൽ 2020 ആ വികസന തുടർച്ചയ്ക്ക് വേണ്ടി 28 സീറ്റുകൾ നൽകിക്കൊണ്ട് ജനങ്ങൾ BJP ഭരിക്കുന്ന ഭരണസമിതിയെ കൂടുതൽ ശക്തമായി പിന്തുണയ്ക്കുന്ന കാഴ്ചയായിരുന്നു 2020 ഉണ്ടായത്. ഏതായാലും 2025 വരുമ്പോൾ ഇന്നിപ്പോൾ പാലക്കാട്ടെ വോട്ടർമാർ എങ്ങനെയാണ് ചിന്തിച്ചിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് ഏതാനും നിമിഷങ്ങൾ സൂചനകൾ വന്നു തുടങ്ങുകയാണ്. അരുൺ, ഒരു നിമിഷം. ഗൗതം, ഇപ്പോൾ ആദ്യ ഫല സൂചനകൾ കൊച്ചിയിൽ നിന്ന് ലഭിക്കുന്നത് LDFന് അനുകൂലമായി ചില സൂചനകളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഗൗതം, വളരെ പ്രധാനപ്പെട്ട പോയിന്റ് അത് തന്നെയാണ്. പന്തളത്ത് വളരെ പ്രധാനപ്പെട്ട പോരാട്ടം നടക്കുന്ന പന്തളം നഗരസഭ പോസ്റ്റൽ ബാലറ്റുകൾ എണ്ണി തുടങ്ങിയിരിക്കുകയാണ്. ഒപ്പം മാവേലിക്കര നഗരസഭ വലിയ രീതിയിൽ തന്നെ NDAക്ക് പ്രതീക്ഷ വയ്ക്കുന്ന ഒരു നഗരസഭ കൂടിയാണ്. 7 റൗണ്ടുകൾ, ഒരു റൗണ്ടിൽ 4 വാർഡുകൾ, അങ്ങനെയാണ് ഇപ്പോൾ എണ്ണി തുടങ്ങുന്നത്. പന്തളം നഗരസഭയിലെ പോസ്റ്റൽ ബാലറ്റുകൾ എണ്ണി തുടങ്ങിയിട്ടുണ്ട്. കൊച്ചിയിൽ ആദ്യ ലീഡ് LDFന് എന്ന വളരെ പ്രധാനപ്പെട്ട പോയിന്റ് കൂടി. ഗൗതം, അത് തന്നെയാണ്. കഴിഞ്ഞ തവണയും വളരെ സുപ്രധാനമായ തെരഞ്ഞെടുപ്പ് നടന്നൊരു സ്ഥലമാണ്. ഇപ്പോൾ എറണാകുളത്ത് 3 സീറ്റുകളിൽ LDF ലീഡ് ചെയ്യുകയാണ്. തുടക്കമാണിത്. പോസ്റ്റൽ ബാലറ്റ്
എണ്ണി തുടങ്ങുന്ന ഘട്ടത്തിൽ എറണാകുളം കോർപ്പറേഷനിലെ 3 സീറ്റുകളിൽ LDF-ന്റെ മുൻതൂക്കം. അങ്ങനെ തുടക്കത്തിൽ ആദ്യ നിമിഷത്തിൽ അവിടെ 2 സീറ്റുകളിൽ UDF എറണാകുളം കോർപ്പറേഷനിൽ ലീഡ് ചെയ്യുന്നതായി കാണാൻ സാധിക്കുന്നുണ്ട്. കൊല്ലം കോർപ്പറേഷനിലേക്ക് പോകേണ്ടതുണ്ട്. ഗൗതം 1, 2, 3 3 ഡിവിഷനുകളിലെ പോസ്റ്റൽ ബാലറ്റുകളാണ് എണ്ണുന്നത്. ആദ്യ ഫല സൂചനകൾ കിട്ടി തുടങ്ങിയോ മനോജ്? രാം, 3 ഡിവിഷനുകളിലെ പോസ്റ്റൽ ബാലറ്റുകൾ എണ്ണി തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ സോർട്ടിംഗ് ആണ് ആദ്യം നടന്നത്. അതിൻ്റെ ഫലസൂചനകൾ അല്പസമയത്തിനകം തന്നെ നമുക്ക് ലഭ്യമാകും. എന്തായാലും അതേസമയം തന്നെ മറ്റ് ഡിവിഷനുകളിൽ, അതായത് 1 മുതൽ 8 വരെയുള്ള ഡിവിഷനുകളിൽ ഈ വോട്ടെണ്ണൽ അല്പസമയത്തിനകം തന്നെ ആരംഭിക്കും. അതിനുവേണ്ടി സ്ട്രോങ് റൂമിൽ നിന്നും ഈ ബാലറ്റുകൾ താഴേക്ക് കൊണ്ടുവരും. അല്പസമയത്തിനകം തന്നെ ഏജന്റുമാരുമായി ഉദ്യോഗസ്ഥരുമായി ഒന്നിച്ച് അവരുടെയൊക്കെ സാന്നിധ്യത്തിൽ വോട്ടെണ്ണം. എന്തായാലും വലിയൊരു വിജയപ്രതീക്ഷയിൽ തന്നെയാണ് NDA മുന്നണി അടക്കം. അതോടൊപ്പം തന്നെ ഈ പഞ്ചായത്തുകളിലടക്കം വലിയ മുന്നേറ്റം ഉണ്ടാക്കുമെന്നുള്ളതാണ്. പഞ്ചായത്തുകളിൽ ഭരണം പിടിക്കുമെന്നുള്ളത് തന്നെയാണ് NDA പ്രതീക്ഷ അർപ്പിക്കുന്നത്. എന്തായാലും ഈ ഒരു സാഹചര്യത്തിൽ ഞാനിപ്പോൾ നിൽക്കുന്നത് കൊല്ലം തേവള്ളി ബോയ്സ് ഹൈസ്കൂളിലാണ്. കൊല്ലം കോർപ്പറേഷൻ്റെ എല്ലാ വോട്ടുകളും ഇവിടെയാണ് എണ്ണുന്നത്. അതിനുവേണ്ട എല്ലാവിധ തയ്യാറെടുപ്പുകളും രാവിലെ മുതൽ തന്നെ ആരംഭിച്ചിരുന്നു. എന്തായാലും സ്ട്രോങ് റൂമിൽ നിന്നും ഈ ബാലറ്റ് പെട്ടികൾ അത് അല്പസമയത്തിനകം തന്നെ മറ്റൊരിടത്തേക്ക് മാറ്റും. അവിടെ നിന്നാണ് ഈ 1 മുതൽ 8 ഡിവിഷനുകളിൽ വരെ എണ്ണുക. എന്തായാലും പോസ്റ്റൽ വോട്ടുകളുടെ ഫലസൂചനകൾ അല്പസമയത്തിനകം തന്നെ വന്നു തുടങ്ങും. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ആദ്യ ലീഡ് ആർക്കായിരിക്കും എന്നുള്ള ആകാംക്ഷയിൽ തന്നെയാണ് എല്ലാവരും. കൊല്ലത്തെ സംബന്ധിച്ചിടത്തോളം അവരൊക്കെ തന്നെ മുന്നണികളൊക്കെ തന്നെ വലിയ വിധത്തിലുള്ള ഒരു വിജയപ്രതീക്ഷയാണ് പങ്കുവച്ചിരിക്കുന്നത്. എന്തായാലും ഇത്തവണ ഒരു മാറ്റം ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് ഓരോ മുന്നണികളും.